belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith we live. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. വെൽക്കം ടു ക്രൈസ്റ്റ് ആർമി. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, നീ അനുസരിക്കുന്നില്ല, ഒന്ന് അനുസരിക്ക്. എന്താ ഈ അനുസരണം? നമുക്ക് ഇന്ന് ക്രൈസ്റ്റ് ആർമിയോടൊപ്പം ചേർന്ന് അനുസരണത്തെക്കുറിച്ച് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണോ? സന്തോഷമാണോ? നല്ല മിടുക്കര് കുഞ്ഞുങ്ങൾ. സിസ്റ്റർ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഷയമാണ്. ഇഷ്ടമാണോ? കേൾക്കാൻ ഇഷ്ടമാണോ? നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന പാപം ഏതാ? നിങ്ങൾ ചിലപ്പോൾ ഡിസൊബീഡിയൻസ് അല്ലേ? ശരിയല്ലേ സിസ്റ്റർ പറയുന്നത്? മാതാപിതാക്കളെ അനുസരിച്ചില്ല, അല്ലെങ്കിൽ പപ്പ പറഞ്ഞ അനുസരിച്ചില്ല, അല്ലെങ്കിൽ മമ്മി പറഞ്ഞതനുസരിച്ചില്ല. അപ്പം പിന്നെ മമ്മി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു, പിന്നെ പോയി ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. സിസ്റ്ററെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ പറയും അങ്ങനെ അല്ലേ? പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല. ഒരിക്കൽ ഒരു കൊച്ച്, അവൻ നന്നായിട്ട് പഠിക്കും, പക്ഷെ പരീക്ഷ വരുമ്പോൾ എന്തു ചെയ്യും? എല്ലാം മറന്നുപോകും. അവന് ഭയങ്കര സങ്കടത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് പരീക്ഷ പേടിയാണ്, എനിക്കൊന്നും മെമ്മറി കിട്ടുന്നില്ല, എനിക്ക് ഓർക്കുന്നില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ വീട്ടിലെങ്ങനെയാണ്? അപ്പം പറഞ്ഞു, ഞാൻ വീട്ടിൽ എൻ്റെ അനിയത്തിനെ അടിക്കും, ചേച്ചിയോട് വഴക്ക് കൂടും, ഇടയ്ക്ക് പോയി ഞോണ്ടും, അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് മമ്മി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അടിക്കും, മമ്മി വഴക്ക് പറയും, സ്കോൾഡ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, മമ്മീനെയും പപ്പായെയും നിനക്ക് അനുസരിക്കാൻ പറ്റുമോ? അവനെല്ലാ പ്രാവശ്യവും മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ഈ സബ്ജക്റ്റിന് ഫെയിലാവും. അപ്പോൾ അവന് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിനക്ക് മമ്മി പറയുന്നത് അനുസരിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞതല്ലേ, ഞാൻ അനുസരിക്കാം. അവൻ എന്നിട്ട് ആ പ്രാവശ്യം അവൻ ഒരു ഹാഫ് ആൻ അവർ അവൻ TV കാണും, പിന്നെ മൊബൈൽ കളിക്കും. അപ്പം മമ്മി എപ്പോഴും അവനോട് പറയും, എടാ മോനെ നിനക്ക് പഠിക്കണ്ടേ? അവൻ മമ്മി പറയുന്നൊന്നും അനുസരിക്കുകയില്ല. ചോക്ലേറ്റ് ഇഷ്ടം പോലെ ചോക്ലേറ്റ് കഴിക്കും. അപ്പം പപ്പ പോകുന്ന അവിടെ ചോക്ലേറ്റ് കൊണ്ടുവരും, അനിയത്തിക്ക് കൊടുക്കാതെ തന്നെ ഇവൻ ബാക്കി മുഴുവനും അകത്താക്കും. അങ്ങനെയൊക്കെ ഭയങ്കര നമ്മുടെ വീട്ടിലുള്ള വഴക്കുകളൊക്കെ. അപ്പോൾ ഇവനോടത്ത് സിസ്റ്റർ പറഞ്ഞതല്ലേ, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ. അപ്പം ആ ഒരാഴ്ച ഞാൻ പറഞ്ഞു, ഒരാഴ്ചയെങ്കിലും നീ നോക്കണമെന്ന് പറഞ്ഞു. അവൻ മമ്മി പറയുന്നതെല്ലാം അനുസരിക്കാൻ തുടങ്ങി. അവന് TV കാണുന്നില്ല, മൊബൈൽ നോക്കുന്നില്ല. ആ പ്രാവശ്യത്തെ ടേം എക്സാം അടുത്ത് വരുവാണ്. അവന് ഒരുവിധമൊക്കെ കോൺസെൻട്രേഷനൊക്കെ കിട്ടി, പഠിക്കുന്ന പോലെയൊക്കെ പഠിച്ചു. എന്നിട്ട് ഇവൻ എക്സാം ഹോളിൽ ചെന്നു. സാധാരണ പഠിക്കുന്ന പോലെ എക്സ്ട്രാ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ മമ്മിയെ ഒന്ന് അനുസരിച്ചു. പിന്നെ TV കാണണ്ടെന്ന് പറയുമ്പം അതിൻ്റെ സമയം ഒന്ന് ഇച്ചിരി കുറച്ചു. ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയോട് പ്രാർത്ഥിച്ചു. ഇവൻ എക്സാമിന് പോയി. എക്സാമിന് മാത്സിൻ്റെ പേപ്പർ വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പം ആൻസറെല്ലാം വേഗം വരുക. ഇവന് അത്ഭുതം, ഇത് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ ഒക്കെയാണല്ലോ വന്നിരിക്കുന്നത്. വേഗം അത് ആൻസർ എഴുതി. പിന്നെ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്.
തേർഡ് ഡേയിലാണ് ഇംഗ്ലീഷിൻ്റെ എക്സാം. അപ്പോഴും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിച്ചു. പിന്നെ അന്ന് അവന് ഒരു ചെറിയ സാക്രിഫൈസും കൂടെ ചെയ്തു. അവന് ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അപ്പോൾ 2 കറി അന്ന് അമ്മ വെച്ചിട്ടുണ്ട്. എക്സാമിനായതുകൊണ്ട് കൊച്ചിന് ഇഷ്ടമുള്ള കറിയാണ് വെച്ചത്. അപ്പോൾ അവനത് സാക്രിഫൈസ് ചെയ്തു. അന്നത് കൂട്ടിയില്ല. അന്നത് കൂട്ടാതെ ഒരു കറി ചോറും കഴിച്ച് ഇവന് സ്കൂളിൽ പോയി. അന്ന് ഇംഗ്ലീഷിൻ്റെ എക്സാം. ഒരു പോയം കാണാതെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ട്. അവനറിയാം ഇതൊക്കെ മറന്നു പോകുന്ന പിന്നെ ആദ്യം പറയും. പക്ഷെ അന്ന് അവൻ പരീക്ഷാ ഹാളിൽ ചെന്നപ്പം എല്ലാ ആൻസറും. അപ്പോൾ അവന് മനസ്സിലായി, മമ്മി പറയുന്നത് അനുസരിച്ചാൽ, ശരിയായിട്ട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും. എക്സാം കഴിഞ്ഞു. മമ്മി വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ടടാ എക്സാം? മമ്മി, എനിക്ക് ആൻസറൊക്കെ പെട്ടെന്ന് കിട്ടി. എന്താണെന്നറിയില്ല, ദൈവാനുഗ്രഹം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം മമ്മി പറഞ്ഞു, പിന്നെ തോന്നുന്നതോ? നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ട്, നിനക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹിന്ദി എക്സാം എഴുതി. സെയിം ഹിന്ദി എക്സാം എഴുതിയപ്പം ഇവന് ആദ്യത്തെ പ്രാവശ്യം ഒരു കറി കൂട്ടിയില്ലല്ലോ. ഹിന്ദി എക്സാം എഴുതിയപ്പോൾ അമ്മ ഹിന്ദി ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് മമ്മി അവന് ഇഷ്ടമുള്ളത് തന്നെ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തോ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ ചപ്പാത്തി കഴിച്ചില്ല, ചോറേ കഴിച്ചുള്ളൂ. അന്ന് ഒരു ചെറിയ സാക്രിഫൈസ് ചെയ്തിട്ടാണ് എക്സാം എഴുതാൻ പോയത്. എക്സാമൊക്കെ കഴിഞ്ഞു, ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞ് ഇവൻ ക്ലാസ്സിൽ പോയി. അപ്പം പേപ്പർ കിട്ടുന്ന സമയമാണ്. അവനിങ്ങനെ ഇരിക്കുകയാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഇവന് മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ഈ 3 സബ്ജക്റ്റിനും ഫെയിലാണ്. പേപ്പർ കിട്ടി. അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവന് ഫുൾ മാർക്കല്ല, ഒരു ആവറേജ് മാർക്ക്, ഒരു 20ൽ ഒരു 12 മാർക്ക്. അവൻ പേപ്പർ കൊണ്ട് ഓടി വീട്ടിൽ ചെന്നു. മമ്മി നോക്ക എൻ്റെ മാർക്ക്. മമ്മി അത്ഭുതപ്പെട്ട് നോക്കി. ജയിച്ചു, 3 സബ്ജക്റ്റിനും ജയിച്ചു. അപ്പോൾ മമ്മി ഒരു കാര്യം പറഞ്ഞു. അവൻ മമ്മിയോട് ആദ്യം ഒരു കാര്യം പറഞ്ഞു, മമ്മി, ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, അനുസരിച്ചാൽ ദൈവം ബ്ലെസ്സിങ് തരും. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ അനുസരിക്കാൻ മാതാപിതാക്കളെ മമ്മിയെ അനുസരിക്കും. മമ്മിയായിരിക്കും എപ്പോഴും പറയുന്നത്, പഠിക്കട, അല്ലെങ്കിൽ TV കാണരുത്, കളിക്കരുത്. കണ്ടോ, നിങ്ങൾ ചിരിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ മമ്മി അത് ഞാൻ അനുസരിച്ചത് കൊണ്ടാണ് ദൈവം നമുക്ക് ബ്ലെസ്സിങ്സ് തന്നത്. നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞനുജനോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ ഞാൻ വഴക്ക് കൂടും, മമ്മി വഴക്ക് പറയും, പഠിക്കാൻ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം ഒരു 1 വീക്ക് കുഞ്ഞുങ്ങളൊന്ന് അനുസരിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കുമ്പസാരത്തെ പറയും, ഞാൻ മമ്മിയെ അനുസരിച്ചില്ല, 3 ടൈം 4 ടൈം 5 ടൈം. അന്ന് ആ കൊച്ചിന് ഒന്നുമില്ല, മമ്മിയെ ഞാൻ അനുസരിച്ചെന്നാണ് കൺവെൻഷനിൽ പോയി പറഞ്ഞത്. നോക്കിക്കേ, അവന് അത് കഴിഞ്ഞ് അവൻ നല്ല കുട്ടിയായി. ക്ലാസ്സിൽ പിന്നത്തെ പരീക്ഷയ്ക്ക് വന്നപ്പം അതിലും കൂടുതൽ മാർക്ക് കിട്ടി, മെമ്മറി വർദ്ധിച്ചു. അപ്പം അനുസരിക്കേണ്ടത് നമ്മൾ അല്ല. നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള മമ്മിമാരോടെ, പപ്പമാരെ പിന്നെ ഇച്ചിരി പേടിയായിരിക്കും, മമ്മിമാരോടല്ല ഇച്ചിരി അല്ലേ? നിങ്ങൾ ചിരിക്കുന്നുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അനുസരിക്കണം. ബലിയേക്കാൾ ശ്രേഷ്ഠം, ബൈബിൾ വചനം പറയുന്നുണ്ട്, ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണം. ഞാൻ ഓർക്കുവാണ്, ഞാൻ എന്നും എൻ്റെ അമ്മ എന്നെ പള്ളിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് മടിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് 1 മൈൽ നടക്കണം, പിന്നെ സ്കൂളിൽ പിന്നെ പോകണം. അപ്പോൾ രാവിലെ എന്നും എന്നെ വിളിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോകും. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകാൻ മടിയായതുകൊണ്ട് ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 4 പഠിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, 2-3 ക്വസ്റ്റ്യൻ അമ്മയോട് ഞാൻ ചോദിച്ചു. രാത്രി കുരിശുവരെ എല്ലാം കഴിഞ്ഞ്, അമ്മ ഈശോയെ കണ്ടിട്ടുണ്ടോ? ഈശോ ഉണ്ടോ? അപ്പോൾ അമ്മ പറഞ്ഞു, നീ വേറെ വർത്താനമൊന്നും പറയരുത്, മര്യാദയ്ക്ക് അനുസരിച്ചാൽ മതി, രാവിലെ ഏറ്റ് പള്ളി വരണം. ഞാൻ പറഞ്ഞു, ഞാൻ പള്ളി വരികയില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് രാവിലെ ഏറ്റ് പോകാൻ എല്ലാ ദിവസവും എന്നെ കൊണ്ടുപോകല്ലേ. അപ്പോൾ ഞാൻ ഈശോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. രാത്രി കിടന്നുറങ്ങി. ഉറക്കം വരുന്നില്ല, ഭയങ്കര വയറ്റുവേദന, ഛർദി. നേരം വെളുത്ത് ഒരു തരത്തിൽ ഒരു ഗുളികയൊക്കെ തന്ന് അന്ന് ഞാൻ പള്ളിയിൽ പോയില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പം അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട്? നീ പിറുപിറുത്തം, നമ്മൾ പറയല്ലേ ചിലപ്പോഴൊക്കെ മമ്മയോട്, മമ്മി ഇത് പറയുന്നു. പിറുപിറുത്തപ്പം ദൈവാനുഗ്രഹം കിട്ടിയില്ല, അസുഖം വന്നു. പിറ്റേ ദിവസം ഞാൻ ഈശോയുടെ ക്ഷമ ചോദിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം തൊട്ട് അമ്മയുടെ കൂടെ പള്ളിയിൽ പോയി. ഒരു കുഴപ്പമില്ല. അപ്പം ചെറിയ കാര്യങ്ങളായിരിക്കും അല്ലേ? ചിലപ്പോൾ നമ്മുടെ അനീതിയെ 2 പേരും കൂടെ ഒന്ന് ഞോണ്ടുന്നതായിരിക്കും. അമ്മ വന്ന് ആർക്കാ ആദ്യം കൂടുതൽ വഴക്ക് കഴിക്കുന്നത്? മൂത്തവർക്ക് അല്ലേ? നീയല്ലേ മൂത്തത്, അവൾ ചെറുതല്ലേ, അപ്പം നമുക്ക് വിഷമം വരും. അത് ഈശോയെ പ്രതി നമ്മൾ ക്ഷമിക്കണം, അനുസരിച്ചാൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് ഒറ്റയൊരു കാര്യമുള്ളൂ, പഠനത്തിൻ്റെ കാര്യം അല്ലേ? വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല വീട്ടിൽ,
പഠിക്കുക, ട്യൂഷന് പോവുക, പഠിക്കുക, സ്കൂളിൽ പോവുക, അല്ലേ? ഈ പഠനകാലത്ത് ഈശോയുടെ കൂടുതൽ അനുഗ്രഹം ചോദിക്കണം. എന്നിട്ട് പേരൻസ് പറയുന്നത് അനുസരിക്കണം. ചെയ്യുമോ കുഞ്ഞുങ്ങൾ? ചെയ്യുമോ? ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ മമ്മിമാർ പറയുന്നത് എന്താണേലും മമ്മിമാരിലൂടെ ഈശോ അനുഗ്രഹം വർഷിക്കും. ഇതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവന് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാനുണ്ട്. ബോർഡ് എക്സാം എഴുതാനുള്ളപ്പോൾ അവന് ബയോളജി ഭയങ്കര ടഫാണ്. എത്ര പഠിച്ചാലും സിസ്റ്ററെ ഈ സബ്ജക്റ്റ് എനിക്ക് കിട്ടില്ല. ബോർഡ് എക്സാം എഴുതാനുള്ളതല്ലേ. അപ്പോൾ അവന് ഭയങ്കര പേടി. ഞാനതിന് തോറ്റുപോയി. ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ട്, പക്ഷേ ഈ ബയോളജി സബ്ജക്റ്റിന് അവന് മാർക്കില്ല. 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം എഴുതാനുള്ള കുട്ടിയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ അനുസരിക്കുമോ? സിസ്റ്ററെ അത് മാത്രം എന്നോട് പറയരുത്, എനിക്ക് അനുസരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് സൈക്ലിങ്ങിന് പോകണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, സൈക്ലിങ്ങിന് പോകണം. അതും ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സൈക്ലിങ്ങിന് ½ hour. പിന്നെ അവന് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകും. ഇതിനൊക്കെ മമ്മി നോ പറയും. മമ്മി എന്നോട് ഇത് മാത്രം സിസ്റ്റർ പറഞ്ഞാൽ മതി, മമ്മി പറയുന്നത് അനുസരിക്കാതിരിക്കും. ഞാൻ അനുസരിക്കുകയില്ല, ബാക്കി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, അനുസരണമാണ് ഏറ്റവും വലുത്. അനുസരണമോ? അനുസരണമാണ് ഏറ്റവും വലുത് സിസ്റ്ററെ. എങ്ങനെ ഞാൻ അനുസരിക്കും? എനിക്കിതൊന്നും ഇഷ്ടമില്ലാത്ത. പിന്നെ ഞാൻ ഐസ്ക്രീം കഴിക്കും, ചോക്ലേറ്റ് കഴിക്കും. അത് മമ്മി കഴിക്കരുതെന്ന് പറയും, പക്ഷേ എനിക്കതില്ലാതെ പറ്റിയല്ല സിസ്റ്റർ. ഇത് ഈ 4 കാര്യങ്ങൾ പറയാതിരിക്കുവാണെങ്കിൽ ഞാൻ ബാക്കി എന്ത് വേണം? ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അവനാകെ വിഷമിച്ചു. അല്ല സിസ്റ്റർ പറയാം, എങ്ങനെയാണെങ്കിലും 10ാം ക്ലാസ് ഒന്ന് ജയിക്കണ്ടേ? ഞാൻ പറഞ്ഞു, നിൻ്റെ മമ്മി പറയുന്നത് അനുസരിക്കണം, TV കാണരുത്, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോകരുത്, പിന്നെ ചോക്ലേറ്റ് ഒരുപാട് കഴിക്കരുത്. ഞാൻ പറഞ്ഞു, നീ 1 വീക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കേ, നിനക്ക് ക്ലാസ് ടെസ്റ്റ് വരുമ്പം എങ്ങനെയാണ് നിൻ്റെ പെർഫോമൻസ് നമുക്ക്. സിസ്റ്റർ പറഞ്ഞതല്ലേ. എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്ന് ഓർക്കണം. അവന് എന്തു വേണ്ടി? അവനനുസരിച്ചു. മമ്മി ആദ്യത്തെ ദിവസം പറഞ്ഞിട്ട് TV കാണരുത്, അവൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. മമ്മി അന്തം വിട്ടു. എന്തേ എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി? ആകെ അവന് മമ്മിക്ക് സന്തോഷമായി. ഒരിക്കലും ഇവനങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. അവനന്ന് TV കാണുന്നില്ല, സൈക്ലിങ്ങിന് പോയില്ല. പിറ്റേ ദിവസം പിന്നെ പപ്പ വരുമ്പോൾ എന്നും ഐസ്ക്രീം കൊണ്ടാണ് വരുന്നത്. അന്ന് അവൻ പപ്പയോടെ ഒന്ന് പറഞ്ഞു, പപ്പ എനിക്ക് ഐസ്ക്രീം വേണ്ട. എൻ്റെ മോൻ എന്ത് പറ്റി? ഐസ്ക്രീം വേണ്ടെന്നോ? നീ ഐസ്ക്രീം പൊതിയനല്ലേ, എന്നിട്ട് എന്ത് പറ്റി നിനക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറയുന്നത്? ഈ 1 വീക്ക് ഇവനിത് ചെയ്തു. പക്ഷേ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചു, ഈശോയെ അനുഗ്രഹം തരണമേന്ന്. ആ പ്രാവശ്യത്തെ ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാർക്ക് കിട്ടിയില്ല, അവൻ ജയിച്ചു. നോക്കിക്കേ, എത്ര അനുഗ്രഹമാണ് ഈശോ തരുന്നത്. അപ്പം നമ്മുടെ പപ്പായെയും മമ്മിയെയും അതുപോലെ ഈശോയെയും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അനുസരണത്തോടു കൂടി ആയിരിക്കണം. അനുസരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കുക. ആ കൊച്ചു എന്നോട് പറഞ്ഞത്, സിസ്റ്റർ എങ്ങനെയാണ്? സിസ്റ്റർ പറഞ്ഞതല്ലേ, ഞാനൊന്ന് അനുസരിക്കാം. അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാട് ജീവിതത്തിലുണ്ടായി. ആ കൊച്ച് 10ാം ക്ലാസ്സിൽ പാസ്സായി. അപ്പം നമ്മൾ പ്രാർത്ഥനയും, അപ്പോൾ നിങ്ങൾ പറയും നന്നായിട്ട് പ്രാർത്ഥിച്ച ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുപോരെ സിസ്റ്ററെ. പ്രവൃത്തിയും കൂടെ വേണം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തിയും കൂടെ വേണം. അപ്പം ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പപ്പായും മമ്മിയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഈശോയെ എനിക്ക് നൽകണമേ. ആമേൻ. മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അനുസരിച്ചപ്പോൾ കിട്ടിയ സമ്മാനം എന്താണെന്നറിയാവോ? നമ്മുടെ ലോകത്തിന് ഒരു രക്ഷകനെ നൽകി. ഇതുപോലെ അനുസരണത്തിലൂടെ അനുഗ്രഹം കിട്ടിയ ഒരു കൊച്ചിൻ്റെ അനുഭവം നമുക്ക് കേൾക്കാം. Praise the Lord. I am Claire Lonpin from Vashi Parish. In my house, I have my mother, father, my grandma, that is my dad's mom, and my 2 sisters. My grandma always tells me to pray with great devotion. Whenever you're praying, you should pray as if God is sitting right in front of you. Being obedient is to our parents is like being obedient to God. When we disobey our parents, God cries from heaven.
And I'm saying this through my personal experience. One day in my dream, while we were doing a family prayer, Mother Mary's statue was right beside me. In between the prayer, my sister started talking in between the prayer. Everybody joined her. And then when I looked at Mother Mary, she was really sitting over there and crying and continuously saying the rosary. I looked at her and I started crying very badly, and I told Mama, Papa, look, Mother Mary is crying, let's all pray together. When everybody started praying, I looked at my other side and I saw my grandma, that is my mom's mom. She was very happy. Then when I looked at Mother Mary, she was also smiling. I realized that she was smiling because we were praying in devotion that time. When I looked at Jesus, he was blinking his eyes and putting his hand as if he was giving us abundance of grace and mercy, and all the blessings were coming on us. So then I came to know what my grandma said actually makes sense. That praying to God is and He gives us a lot of blessings while we pray to Him. So I beg all of y'all to listen to your parents and obey each and every word they're saying, because that's God's will. ബൈബിളിൽ അനുസരണത്തിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. വിശുദ്ധ ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു.
നമുക്ക് അനുസരിച്ചുകൂടെ? നമ്മുടെ ഈശോ അനുസരിച്ചതുപോലെ നമുക്കും അനുസരിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ. Born by His blood, cleansed by His word, born of the Spirit, to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit, to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit, to the risen Jesus Christ we belong.